സമൂഹത്തിൽ ദശലക്ഷക്കണക്കിന് പുരുഷന്മാരെ അഫക്റ്റ് ചെയ്യുന്നതും എന്നാൽ സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ മടിക്കുന്നതുമായ രോഗാവസ്ഥയാണ് ഉദ്ധാരണശേഷി കുറവ് അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഇതിനെപ്പറ്റി കാര്യങ്ങൾ വ്യക്തമായി നമ്മളോടൊപ്പം പങ്കുവയ്ക്കുവാൻ നമ്മളോടൊപ്പം ചേരുന്നു ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ യൂറോളജി വിഭാഗം കൺസൾട്ടന്റുമാരായ ഡോക്ടർ ജോൺ പീറ്റർ, ഡോക്ടർ അഭിനീത് കെ പി. സ്നേഹാദരവോടെ ഡോക്ടർമാരെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ പല വ്യക്തികൾക്കും ഇത് ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള രോഗാവസ്ഥ അത് ഒരു ഡെഫിനിഷനുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് പറയുന്നത് ഇൻഅഡിക്വേറ്റ് ട്യൂമസൻസ് ഫോർ പെനിട്രേഷൻ എന്നാണ് അതിൻ്റെ ജിസ്റ്റ്. അതായത് ഒരു പുരുഷന് തൻ്റെ ഭാര്യയുടെ യോനിനാളത്തിനുള്ളിലേക്ക് ലിംഗം പ്രവേശിപ്പിക്കാൻ തക്ക ട്യൂമസൻസ്, ആ ഉദാഹരണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിന് തക്ക ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിന് തക്ക ശക്തി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അതായത് നോർമലി ഉള്ള ഇറക്ഷൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു പോവുകയാണ്. അതായത് ആ പെനിട്രേഷൻ സമയം വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പെനിട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നാണ് പറയുക. പല ലക്ഷണങ്ങൾ ഇതിന് വരാം. ഓക്കെ, അതെപ്പോഴും ഭാര്യയുടെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രം തിരിച്ചറിയപ്പെടണമെന്നില്ല. ചിലർക്ക് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നോർമലി ഒരു ഉദാഹരണമൊക്കെ വരാറുണ്ട് ലിംഗത്തിന്, ആ ഉദാഹരണം കുറഞ്ഞു പോകാം. ഓക്കെ, അല്ലെങ്കിൽ ചിലർക്ക് മറ്റു തരത്തിലുള്ള ഉദാഹരണങ്ങളുടെ ഈ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം വരുമ്പോൾ ഉണ്ടാകുന്ന ഉദാഹരണത്തിൻ്റെ കുറവ് തരാം. അല്ലെങ്കിൽ നോർമലുള്ള ഉദാഹരണത്തിൽ ആ അളവ് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കുറയുന്നതായിട്ട് തോന്നാം. ഇതെല്ലാം ലൈംഗികമായിട്ടുള്ള ഉദാഹരണക്കുറവിൻ്റെ ഉത്തേജനക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനേഷൻ വൈസ് അത് ആ ഒരു ലിംഗം ആ യോനിനാളത്ത് പ്രവേശിക്കാനുള്ള ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിനും തക്ക ട്യൂമസൻസ് ഇല്ലാതിരിക്കുന്നതാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനുള്ള പരിശോധനകൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദമാക്കാമോ? നമ്മൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കുന്നത്. അതായത് ചിലർക്ക് ഡയബറ്റിസ് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുമ്പോഴാണ്. അതുപോലെ തന്നെ ഡിസ്ലിപ്പിഡീമിയ, അതായത് ഹൈ കൊളസ്ട്രോളിലുള്ളവർക്കും ഇതുണ്ടാവാം. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നത്, അതായത് ഹോർമോൺ കുറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചില കേസുകളിൽ നമ്മുടെ രക്തയോട്ടം പെനിസിലോട്ട് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഡോപ്ലർ എക്സാമിനേഷൻ ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത് ഇതിൻ്റെ ട്രീറ്റബിൾ കോസ്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ കോസസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പലതരം കാരണങ്ങൾ വരുന്ന ഡയബറ്റിസ് മെൽറ്റസോ അതിന് വേണ്ടിയുള്ള ടെസ്റ്റ്, ബ്ലഡ് ഷുഗറിൻ്റെ ടെസ്റ്റ് നടത്താറുണ്ട്. പിന്നെ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യാറുണ്ട്. പിന്നെ തൈറോയിഡ് പ്രൊഫൈൽ. അതുപോലെ തന്നെ ചിലർക്ക് നമ്മുടെ രക്തയോട്ടം, പെനിസിലോട്ട് രക്തയോട്ടം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഡോപ്ലർ സ്കാനും ചെയ്യാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കോസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ചിലരിൽ കണ്ടുവരാറുണ്ട് ഹോർമോണിൻ്റെ കുറവ് കൊണ്ടും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസും ചെക്ക് ചെയ്യണം. ഡോക്ടർ, ഈ പറയുന്ന ടെസ്റ്റുകൾ വഴി നമ്മൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇതിനുള്ള ചികിത്സാ രീതികളെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? പ്രധാനമായിട്ടും ഉദാഹരണശേഷിക്കുറവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ആ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഉണ്ടോ, കൊളസ്ട്രോൾ കൂടുതലാണോ, തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ വ്യത്യാസമുണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവ ആദ്യം ട്രീറ്റ് ചെയ്യണം. അവ അസുഖമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ മാത്രം ട്രീറ്റ് ചെയ്തുകൊണ്ട് അത് മാറില്ല. അപ്പോൾ എന്തെങ്കിലും റൂട്ട് കോസ് ഉണ്ടെങ്കിൽ ആ അസുഖത്തെ ആദ്യം ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആസ് സച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അതിന് പല ഉപാധികളുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കൊടുത്തു വരുന്നത് മരുന്നുകളാണ്, ഗുളികകളാണ്. അതിന് PDE5 ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള മരുന്നുകളാണ് യൂഷ്വലി കൊടുക്കാറുള്ളത്. അതിൻ്റെ ഡോസുകളൊക്കെ ഓരോ ഡോക്ടറും ആ പേഷ്യൻ്റ് അനുസരിച്ച് വ്യത്യാസപ്പെടുത്തുന്ന, അവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയൊക്കെ കൊടുക്കാറുണ്ട്. മരുന്നുകൾ കൊണ്ട്, അങ്ങനെയുള്ള മരുന്നുകൾ, ഗുളികകൾ കൊണ്ട് ഇഫക്റ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. നമ്മളിതൊരു ലാഡർ പോലെയാണ്, നമ്മൾ ഒരു ഏണി കയറുന്ന പോലെ ഏറ്റവും താഴത്തെ നിലയിലാണ് നമ്മൾ ഗുളികകൾ പറയുക. രണ്ടാമത്തേത് നമ്മൾ യൂറിത്രൽ മെഡിക്കേഷൻസ് ഉണ്ട്. മൂത്രനാളിക്കുള്ളിൽ വെക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട്. അതിനുശേഷം ഇഞ്ചക്ഷനുകളുണ്ട്. അതായത് ലിംഗത്തിലേക്കൊക്കെ ഉദാഹരണം കൊണ്ടുവരാനായിട്ടുള്ള ഇഞ്ചക്ഷനുകൾ, പിന്നെ വാക്വം ഡിവൈസസ് എന്ന് പറഞ്ഞ മെഷീനുകൾ, അതെല്ലാം ഇതിൻ്റെ അടുത്ത ലെവലിലാണ്. ഇവയൊന്നും കൊണ്ടും ഭേദമാകാതെ വരുന്ന ഉദാഹരണശേഷിക്കുറവിലാണ് ഏറ്റവും അവസാനം നമ്മൾ പിനൈൽ പ്രോസ്തസിസ് എന്ന് പറയുന്ന ഉപകരണം ലിംഗത്തിൻ്റെ ഉള്ളിൽ ഘടിപ്പിക്കുന്ന പ്രക്രിയ. അതൊരു സർജറിയാണ്. സർജറി വെച്ചിട്ട് പിനൈൽ പ്രോസസ്സസ് വെച്ചിട്ടാണ് പിന്നെ ഉദാഹരണശേഷി ഏറ്റവും കുറവുള്ളവർക്ക് പിന്നെ നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പോൾ ഇവയൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ. ഗുളികയിൽ തുടങ്ങി അവസാനം സർജറി വരെ എത്തുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ഇതിനുള്ളത്. ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന അവസ്ഥ പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒന്നാണോ? അതെ, അതായത് നമ്മുടെ
രോഗം ഏത് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് എല്ലാ പേഷ്യൻസിലും വേണ്ടത് ഒരു വെയ്റ്റ് ലോസ്, എക്സസൈസ്, ഇവ അതുപോലെ തന്നെ ചില നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്മോക്കിംഗ്, ആൽക്കഹോൾ കൺസംഷൻ, ഇതെല്ലാം കുറയ്ക്കുന്ന വഴിയും നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ ചില ആൾക്കാരിൽ ഇത് സൈക്കോളജിക്കൽ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. അവർക്ക് നല്ലൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ കൗൺസിലിംഗ് കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും. ഡോക്ടർ, ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിനെ കുറിച്ച് ആദ്യം സംസാരിച്ചല്ലോ. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് ഒരു വ്യക്തിയിൽ അത് കൂട്ടുവാൻ വേണ്ടിയിട്ട് സഹായകമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മോസ്റ്റ്ലി ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നത് ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കുറയുന്നത്. അതായത് ഹൈ BMI ഉള്ള 30 BMI കൂടുതലുള്ളവർക്കാണ് കുറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജീവിതശൈലി ചേഞ്ചസ് വരുന്നത്, അതായത് വെയ്റ്റ് ലോസ്, നമ്മുടെ ഹൈറ്റ് അറൗണ്ട് 170 ആണെങ്കിൽ -100, ഒരു 70 kg ആണ് നമുക്ക് വെയിറ്റ് വരേണ്ടത്. അതിൽ ആ ലെവലിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം തന്നെ എക്സസൈസ്. നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കാരണമാണ് മോസ്റ്റ്ലി ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എക്സസൈസ് അറ്റ്ലീസ്റ്റ് ഒരു 30 minutes ഒരു ബ്രിസ്ക് വാക്ക് എങ്കിലും ചെയ്യുന്നത് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. മെയിനായിട്ട് വെയ്റ്റ് ലോസ്, നമ്മുടെ ഐഡിയൽ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് ഇതിലോട്ട് വരണം. ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രവർത്തനവും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പല അസുഖങ്ങൾ ഉള്ളവർക്കും ഈ ഇറക്ഷൻ, ഉദ്ധാരണശേഷി കുറവുണ്ടാകാം. യങ്ങർ ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ പ്രോസ്റ്റേറ്റൈറ്റിസ്, അതായത് പ്രോസ്റ്റേറ്റിൽ ഇൻഫെക്ഷൻ അതുള്ളവർക്ക് വരെ ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒരു കണ്ടുവരാറുണ്ട്. എപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ കുറയുന്നു അവർക്ക് ആ ഉദ്ധാരണശേഷി പിന്നെ തിരിച്ചു കിട്ടാറുണ്ട്. രണ്ടാമതായിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ വീക്കമുള്ള ആൾക്കാർക്ക് BPH, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ, അങ്ങനെയുള്ളവർ അതിൻ്റെ മരുന്ന് എടുത്തു കഴിയുമ്പോൾ ചിലതരം മരുന്നുകളാണെങ്കിൽ ഈ ഉദ്ധാരണശേഷി അത് ബാധിക്കും, ഉദ്ധാരണശേഷി കുറവ് വരാം. ഇനി പ്രോസ്റ്റേറ്റ് ക്യാൻസറിലേക്ക് വരികയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് സർജറികളൊക്കെ ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും ആ ലിംഗത്തിലോട്ടുള്ള നെർവുകൾക്കൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ട് ഉദ്ധാരണശേഷി കുറവ് വരാറുണ്ട്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റും ഉദ്ധാരണശേഷിയും തമ്മിൽ വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട്. പ്രോസ്റ്റേറ്റിൻ്റെ പല അസുഖങ്ങളിലും ഈ ഉദ്ധാരണശേഷി കുറവ് ഉണ്ടാകാനുള്ള നല്ല സാധ്യതയുണ്ട്. ആഹ്ലാദകരമായ ദാമ്പത്യ ജീവിതത്തിനും ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിനും ആത്മവിശ്വാസം പകരുന്നതിനും വേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ച ഡോക്ടേഴ്സിന് ഒരുപാട് നന്ദി.